നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞില്ലേ, ഒരു കപ്പൽ, രണ്ടു തട്ടുള്ള കപ്പലിൽ ആളുകൾ യാത്ര ചെയ്യുകയാണ്. താഴെയുള്ള ആളുകൾക്ക് വെള്ളമെടുക്കാൻ മുകളിലെത്തണം. അവർ ചിന്തിക്കുകയാണ്, വെള്ളത്തിലൂടെ ഏറ്റവും അടുത്ത് നമ്മളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കിയാൽ നമുക്ക് വെള്ളം ലഭിക്കുകയില്ലേ എന്ന് ചിന്തിച്ച് കപ്പലിന് ദ്വാരമുണ്ടാക്കി വെള്ളമെടുക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ മുകൾ തട്ടിലുള്ള ആളുകൾ അത് അടിഭാഗത്തല്ലേ, അത് അവരെന്തെങ്കിലും ആകട്ടെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ ആ കപ്പലിലുള്ള മുഴുവൻ യാത്രക്കാരെയും ഒന്നടങ്കമാണ് അത് ബാധിക്കുക എന്ന് പറഞ്ഞതുപോലെ, നാട്ടിൽ തോന്നിവാസങ്ങളുടെ മുള പൊട്ടുമ്പോൾ, അത് വളർന്ന് പന്തലിക്കുമ്പോൾ, അതിന് പൂവും കായും ഉണ്ടാകുമ്പോൾ, അതിന് വെള്ളവും വെള്ളവും നൽകാൻ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പോലും പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിനെതിരെ ശക്തമായി ശബ്ദിക്കാനുള്ള പരിശ്രമം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എങ്കിൽ സഹോദരങ്ങളെ, ഈ തിന്മ ബാധിക്കുക നമ്മളെ ഓരോരുത്തരെയുമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഈ പോരാട്ടം നമ്മൾ ആരംഭിക്കണം. ആഭാസങ്ങളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുമെന്ന്, എൻ്റെ കുടുംബം വിട്ടുനിൽക്കുമെന്ന് തീരുമാനം പറയാൻ, എൻ്റെ വീടകങ്ങളടക്കം ഒരു തോന്നിവാസത്തിന് സാക്ഷ്യം വഹിക്കുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കാൻ, പ്രഖ്യാപിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്.